എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല മൊരിഞ്ഞ പുറവും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തീരെ പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അതെടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാകത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1/2 കിലോ ചിക്കനും 1/4 കിലോ ഉരുളക്കിഴങ്ങും വേണം. ചിക്കൻ്റെ പകുതിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്. ഈ ഒരളവിന് നമുക്ക് 15 അത്യാവശ്യം വലിപ്പമുള്ള കട്ട്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ല് മാറ്റിയാൽ മതിയാകും. ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ചേർത്ത് 5 വിസിലിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ കുക്കായി കിട്ടണം. ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ചിക്കൻ കുക്കാവുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് ഊർന്നു വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ചിക്കൻ കുക്കായെന്നറിയാൻ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കാം. പെട്ടെന്ന് മുറിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കുക്കായി എന്നാണ് അർത്ഥം. ആ സമയത്ത് ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റി ഈ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വലിയ പീസസ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഷ്രെഡ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ടിട്ട് പൾസ് അടിച്ചാണ് ഇതുപോലെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കുക്കായിട്ടോ എന്ന് അറിയാൻ പറ്റും. ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് ഉരിഞ്ഞു മാറ്റുക. തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫോർക്ക് വെച്ച് തന്നെ ഇത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിനായിരിക്കണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുക്ക് ചെയ്യാനെടുത്ത സമയത്ത് ചെയ്തെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 4 എരിയുള്ള പച്ചമുളക് വേണം. 2 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 5ഓ 6ഓ ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവോളയും കുറച്ച് കറിവേപ്പിലയും വേണം. നമ്മളിതൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലിട്ടും ഇത് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നത് എളുപ്പമാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്ക് പച്ചമുളക് കടിച്ചിട്ട് എരിയാറില്ലേ കട്ട്ലറ്റിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ സവോളയും ചെയ്തെടുത്തിട്ടുണ്ട്. പകരം പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് കട്ട്ലറ്റിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടാകുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറിയ തീയിൽ വെച്ച് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുള്ളി നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യമേ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ചിതൊന്ന് വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കനിലേക്ക് മസാലയുടെ ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളുടെ ചിക്കനിൽ കുറച്ചെങ്കിലും വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പം അതൊക്കെ പോയി നല്ല ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് അടച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ചെറിയ ചൂടിൽ തന്നെ ഒന്ന് നല്ല പ്രസ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ ഓരോ ഉരുളയായിട്ട് ഉരുട്ടിയെടുത്ത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓരോ ഉണ്ട ഉരുട്ടിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ആയിരിക്കും ഇങ്ങനെ ഉണ്ട ഉരുട്ടുന്നതുമൊക്കെ. പക്ഷേ നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുമ്പം നല്ല പ്രസ് ചെയ്ത് തന്നെ ഉണ്ട ഉരുട്ടിയെടുക്കുക. എന്നാലേ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അപ്പോൾ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത് റൗണ്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലും ഒരേ വലുപ്പത്തിലും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കനത്തിലുണ്ടാക്കുമ്പോഴാണ് നമ്മൾ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ ആ ഒരു സുഖം അല്ലെങ്കിൽ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് തള്ളവിരൽ വെച്ച് നല്ല പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മിക്സ്ചർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ അധികം വെള്ളം നനവില്ലാതെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് പിന്നെ വറുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത്ര കറക്റ്റ് നന്നായിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസും എഗ് വാഷും വേണം. ബ്രെഡ് ക്രംസ് ഒന്നെങ്കിൽ വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്ക് 4 ബ്രെഡ് എടുത്ത് ഒന്ന് ചൂടാക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എഗ് വാഷിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന്, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ മഞ്ഞ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരം എണ്ണ പതഞ്ഞങ്ങ് കലങ്ങിപ്പോകും. അതുകൊണ്ടിട്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ് വാഷും ബ്രെഡ് ക്രംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് എഗ് വാഷിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് 2 എണ്ണം ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കൈ വെച്ചിട്ട്, നമ്മൾ ഒരേ കൈ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് വാഷ് നമ്മുടെ ബ്രെഡ് ക്രംസിൽ വീണ് കട്ട കെട്ടിപ്പോകും ബ്രെഡ് ക്രംസ് അങ്ങ്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മളിതുപോലെ വെറ്റ് ഹാൻഡും ഡ്രൈ ഹാൻഡും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അതുപോലെ നമ്മൾ ബ്രെഡിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ബ്രെഡ് ക്രംസ് ഒക്കെ കട്ട്ലറ്റിലൊന്ന് ചേർന്നിരിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എണ്ണയിൽ അതങ്ങ് പൊടിഞ്ഞ് വീണ് പോകും. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തീരെ മെസ്സി അല്ലാതെ നമ്മുടെ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സെയിം പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലപോലെ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. കട്ട്ലറ്റ് വെച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഹൈയിൽ നിന്ന് മീഡിയം ഹൈയിലേക്ക് കുറയ്ക്കാം. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് കൂടിയിരിക്കാനും പാടില്ല, ഒരുപാട് കുറഞ്ഞിരിക്കാനും പാടില്ല. അപ്പോൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റിൽ നമ്മുടെ കട്ട്ലറ്റ്സ് ഇവിടെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ ആദ്യം എല്ലാം വേവിച്ചിട്ടാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. കട്ട്ലറ്റ് എപ്പോഴും നമ്മൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അതുപോലെ തന്നെ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കട്ട്ലറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീരെ എണ്ണ കുടിക്കാത്ത നല്ല മൊരിഞ്ഞ പുറമൊക്കെയുള്ള കട്ട്ലറ്റ്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.